അങ്ങനെ രാവിലെ അയൻകുട്ടി ബിസ്ക്കറ്റും ബൂസ്റ്റും കഴിച്ചപ്പം എനിക്കും ഒരു ബിസ്ക്കറ്റ് എടുത്ത് ചായയിൽ മുക്കി കഴിക്കാനൊരു പൂതി. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് കഴിച്ചു കേട്ടോ. പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത് ഉമ്മാക്കും ഇക്കാക്കും വാപ്പാക്കും ഒക്കെ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. മന്ത്ലി ചെക്കപ്പിന് അവർ ECHSൻ്റെ ഹോസ്പിറ്റലിൽ പോവാറുണ്ട്. അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പം 9:30 ആകുമ്പോഴത്തേക്കും പോകണം. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, പക്ഷെ അവർക്ക് പോകണം. അയൻകുട്ടിക്ക് ട്യൂഷനും പോകണം, സെയിം ടൈം തന്നെ. അപ്പം ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നല്ല ടൊമാറ്റോ ചട്നി, അതിൻ്റെ കൂടെ തന്നെ തേങ്ങാ ചട്നി, പിന്നെ നമ്മുടെ ഇഡ്ഡലി കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പെഷ്യലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ചട്നിയുടെ റെസിപ്പി അല്ലേ ആർക്കും അറിയാത്തത്. അങ്ങനെ നമ്മുടെ തേങ്ങാ ചട്നിയൊക്കെ ആയി, കടുകൊക്കെ താളിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ടൊമാറ്റോ ചട്നി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കാം. നമ്മൾ കുറേ ദിവസമായിട്ടോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇഡ്ഡലി ദോശ മടുക്കുന്നില്ലേ? ഇല്ല മടുക്കൊന്നുമില്ല. നമ്മൾ തമിഴ്നാട് പക്കമല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കൾച്ചർ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടോ. നമ്മുടെ മലപ്പുറം സൈഡിലൊക്കെ പുട്ടും അപ്പം കലക്കിച്ചുട്ടപ്പം ഇതൊക്കെ തന്നെയല്ലേ കാര്യമായിട്ട് ഉണ്ടാക്കാറുള്ളത്. എന്നും പത്തിരിയും പൊറോട്ടയൊന്നും ഉണ്ടാവാറില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഇഡ്ഡലിയും ദോശയും ഒക്കെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.